ഇളയ മോന് വാശി, രണ്ടാമത്തവൻ എന്താണ് പറ്റിയെന്ന് അറിയില്ല. ഇവരെല്ലാരും കൂടി ആരെ തോപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്? എന്നെയോ അതോ നന്ദനയും സ്നേഹയോ? അച്ഛൻ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട. സച്ചി തിരികെ ഇങ്ങ് വരുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. അവൻ തിരികെ വരികയും ചെയ്യും. അർച്ചന ഇങ്ങനെ കരയരുത്. ഇതാദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. പിന്നെ ഇത്തവണ അർച്ചനയോട് പറയാൻ പറ്റി കാണില്ല. അത്രയും ഉണ്ടായിട്ടുണ്ടാവൂ. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നിങ്ങളൊന്നും പറയണ്ട. മറ്റാരെക്കാളും എന്റെ സച്ചേനെ എനിക്കറിയാം. വേഗം എത്തുമെന്ന് പറഞ്ഞ ആള് ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒന്ന് അന്വേഷിക്കും എന്റെ സച്ചേനെ എന്താ പറ്റിയെന്ന്. ഏട്ടത്തി വെറുതെ ഓരോ പേടിയോണ്ട് പറയുന്ന അച്ഛാ. ഏട്ടൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാഹത്തിന് സച്ചേട്ടന് താല്പര്യമില്ലല്ലോ. അപ്പോ ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കുന്ന പേടിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ ടെൻഷൻ ആവാതെ മുറിയിൽ പോയിരിക്കും. സച്ചേട്ടൻ വരുമ്പോ ഞാൻ വന്ന് അച്ഛനോട് പറയാം. നന്ദാ, സച്ചി വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. അതെത്ര പാതിരാത്രി ആയാലും ശരി. പറയാച്ചാ. സർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സച്ചി സാർ ഇന്ന് രാത്രി വരില്ല. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ധനുഷ് എന്തായി പറഞ്ഞു വരുന്നത്? പറയാം സർ. ഞാൻ പറയുന്നത് ചിലപ്പോൾ സാറിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. എങ്കിലും സത്യം അതാണ്. എൻ്റെ സ്നേഹയുടെ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവരാ സച്ചി സാറും സന്ദീപ് സാറും അർച്ചന മാഡം ഒക്കെ. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെ അവർ പലതും ചെയ്തു കഴിഞ്ഞു. അതൊക്കെ വിജയിക്കാത്തത് കൊണ്ട് അവരുടെ പുതിയ പദ്ധതിയായത്. സന്ദീപ് സാറിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ആതിര മാഡത്തിന്റെ പ്രസവം കഴിയുന്നതുവരെ വിവാഹം നീട്ടിവെക്കണമെന്നും സച്ചി സാറും അർച്ചന മാഡവും ആവതും പറഞ്ഞു നോക്കി. ജോത്സ്യം പറഞ്ഞ പ്രകാരം അത് നടക്കില്ലെന്നായപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും സന്ദീപ് സാർ ഇന്ന് വന്നിട്ടില്ല. സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ. Ha ha ha.